ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് 2 കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര തമാശയായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ തുണി കുറഞ്ഞു കുറഞ്ഞു വരുവാണല്ലോ ഓരോ വീഡിയോയ്ക്കും. ചേട്ടന്റെ വീട്ടിൽ നിന്നല്ല ഞാൻ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു റേറ്റ് പറയാൻ പോകുന്നത്, നമ്മൾ ഇവന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 8.5 lakh. വണ്ടി വെർത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ വെറുതെന്നേ പറയുള്ളൂ. കാരണം അതിനും മാത്രം കാര്യങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ടേബിൾ ടു ടേബിൾ ഡീലാണ്. നിങ്ങൾ ഡയറക്റ്റ് വരിക, ഷോറൂമിൽ വണ്ടി കാണുക, കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഡീല് ക്ലോസ് ചെയ്യുക. പൈസ ഇവിടെ വെച്ചിട്ട് വേണോട്ടോ വണ്ടി എടുത്തോണ്ട് പോയി. അപ്പൊ കണ്ടിട്ടും കൊതി തീരുന്നില്ല. ഇനി ഇതിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാനുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ നിയമം അതിനെ അനുവദിക്കുന്നില്ല. എന്നിരുന്നാലും വണ്ടിയെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ തന്റെ വണ്ടി മറ്റൊരു വാഹനത്തെക്കാൾ കൂടുതൽ വ്യത്യസ്തമാകാനും തന്റേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വണ്ടിപ്രേമി എന്തായാലും ഇതുപോലുള്ള ഓരോ വാഹനവും ഇനിയും നിരത്തിലിറക്കിക്കൊണ്ടിരിക്കും. അത്തരത്തിലുള്ളൊരു വണ്ടിയായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഒരു വണ്ടിപ്രേമിയുടെ വണ്ടി, അതും 2009 മോഡല് 2.4 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്ന ഹോണ്ട അക്കോർഡ്. ഹായ് ഗൈസ്, ഇറ്റ്സ് മിലിച്ചസ് കൊച്ചിക്കാരി അച്ചായത്തി. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഈ കാണുന്ന ഹോണ്ട അക്കോർഡ് ആണ്. നമ്മൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ ഇങ്ങനെ ഒരു വണ്ടിയായിട്ട് നമ്മൾ വരുന്നത്. അപ്പൊ വരുമ്പോഴത്തേക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വണ്ടിയായിട്ട് വരണ്ടേ, അതുകൊണ്ടിട്ട് തന്നെയാണ് കംപ്ലീറ്റ്ലി മോഡിഫൈ ചെയ്തിരിക്കുന്ന ഒരു ഹോണ്ട അക്കോർഡ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ വണ്ടിയെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പറയുന്നതെല്ലാം ചെറിയ ചെറിയ മിസ്റ്റേക്സും കുറ്റങ്ങളൊക്കെ ഉണ്ടാകും. എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തിരുത്തി തരണം. പക്ഷേ നമ്മുടെ കമന്റ് ബോക്സിലൂടെയാണ് അത് തിരുത്തി തരേണ്ടത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടില് മോഡിഫിക്കേഷൻ ഒരു ക്രൈം ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഞാനൊരു സംഭവം പറഞ്ഞുതരാം. നമ്മുടെ ഇന്ത്യയിൽ നടന്ന ഒരു സംഭവമാണ് ഈ ഇടയ്ക്ക്. എന്ന് പറഞ്ഞാല് വെറും 17 വയസ്സും പ്രായം മാത്രമുള്ള, അതും ഒരു സെലിബ്രിറ്റിയുടെ മകൻ, പോർഷെ ടൈക്കൻ എന്ന് പറയുന്ന വാഹനം 2 യുവാക്കളുടെ ജീവൻ എടുക്കേണ്ടായിരുന്നു. പക്ഷെ എന്താ ഇതിൽ ട്വിസ്റ്റ് ആയിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ സിമ്പിൾ ആയിട്ട് അവർ ഈ ഒരു കേസിൽ നിന്ന് ഊരിപ്പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു സംഭവം കൂടെ പറഞ്ഞുതരാം. അത് നമ്മുടെ നാട്ടിൽ നടന്ന ഒരു കാര്യമാണ്. ഒരാള് തന്റെ വാഹനം വളരെ വ്യത്യസ്തമായിട്ട് മോഡിഫൈ ചെയ്യുകയും ആളെ അതൊരു ക്രൈം ആയിട്ട് തന്നെ കൺസിഡർ ചെയ്ത് ഒരു കൊലപാതകത്തിനേക്കാൾ മേലെ കാര്യങ്ങൾ ചുമത്തി ആളെ ഒരുപാട് ഹറാസ് ചെയ്യുകയും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാന്ന് പറയില്ലേ, അതുമാതിരി പുള്ളിയെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലയാണ്. അത് എത്രത്തോളം അടിപൊളിയാക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ആളുകൾ അടിപൊളിയാക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ മാറേണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടും നമ്മുടെ നാട്ടിലെ നിയമങ്ങളുമാണ്. അത് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പല യുവാക്കളും മാറും എന്നുള്ളതാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും മാറാൻ പോകാത്ത ഒരു കാര്യമാണ്. എന്നാൽ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം എന്തായാലും ഇനിയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങളും മാറണമെന്ന്. അത് ഞാൻ എന്താ അങ്ങനെ പറഞ്ഞെന്നുള്ളത് നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും. വേറൊന്നും കൊണ്ടിട്ടല്ല, നമ്മുടെ നാട്ടില് ജനങ്ങൾക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ മോഡിഫൈ ചെയ്യുന്നവരും ഓട്ടോഷോയ്ക്ക് കൊണ്ടുപോകുന്നവരും വളരെ മാന്യമായിട്ട് മോഡിഫൈ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ അത്തരത്തിലുള്ള ആളുകളായിരിക്കട്ടെ ഏറ്റവും കൂടുതൽ ഞാൻ സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ ജനങ്ങൾക്ക് ഉപദ്രവമുള്ള രീതിയിൽ കുറെ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് അതുപോലെ മറ്റുള്ളവർക്ക് ഉപദ്രവമുള്ള രീതിക്ക് ആരെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യത്തില്ല. വേറൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോ അറിയാമായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഈ ഒരു സൂപ്പർ ബൈക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ ബാഡ്ജോ അല്ലെങ്കിൽ ഒരു ലൈസൻസോ കാര്യങ്ങളോ എന്തായാലും നമുക്ക് വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവം നമ്മളുടെ ഈ ഒരു മോഡിഫൈ ചെയ്ത വാഹനങ്ങൾക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, ഐ മീൻ RC ലൈസൻസ് അങ്ങനത്തെ കാറ്റഗറി കാര്യങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അല്ലാതെ നമ്മൾ ഈ ഒരു മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്കില്ലിനെ അടിച്ചമർത്തല്ല ചെയ്യേണ്ടത്, മറിച്ച് നമ്മൾ അതിനെ കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. ഒരുപാട് അറാമ്പറപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ ഞാൻ ഒരാളെ പോലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോ ഞാനിപ്പോ ഈ പറഞ്ഞു വരുന്നതിൽ ചിലപ്പോ ഒരുപാട് ആളുകൾക്ക് ചിലപ്പോ തിരുത്താൻ പറഞ്ഞാൽ അങ്ങനെയല്ല പറയേണ്ട, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയല്ല എന്നുള്ള ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയായിരിക്കാം. ഞാൻ പറയുന്നതിൽ ചിലപ്പോൾ മിസ്റ്റേക്സ് ഉണ്ടായിരിക്കാം. എന്തായാലും ഞാൻ എന്റെ അഭിപ്രായങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ കമന്റ് ബോക്സും കാര്യങ്ങളും നിങ്ങൾ പറയുന്ന ഓരോ കമന്റ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ റെഫർ ചെയ്യുന്നതും അതുപോലെ തന്നെ അതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വാഹനങ്ങളുമായിട്ടും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾ അതും കൂടെ എനിക്ക് ഷെയർ ചെയ്യാം. അപ്പൊ അത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾ നമ്മുടെ ബെൽ ബട്ടൺ കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പൊ നമുക്കിനി വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇതെന്തീ കാണിച്ചു വെച്ചേക്കണത്, വണ്ടിയുടെ പുറമേന്ന് മാത്രല്ല കേട്ടോ, ഇന്റീരിയറിൽ നല്ല അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഒട്ടും തന്നെ ബൂട്ട് സ്പേസ് കളയാതെ നമ്മുടെ റോക്സ്ഫോർഡിന്റെ സബ് വൂഫർ ആണ് ഇതിൽ വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഇത് കണ്ടില്ലേ,
നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്വാളിറ്റിയിൽ തന്നെ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെയാണ് ഇതിന്റെ സോണി എക്സ്പ്ലോറിന്റെ 1000 വാട്ട്സിൽ വരുന്ന ആംപ്ലിഫയറും ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതും സീറ്റിന്റെ അടിയിൽ നല്ല രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സാധാരണ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ഓഡി സിസ്റ്റത്തിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂഷ്വലി ഓരോ വ്ളോഗേഴ്സും ഒന്നില്ലെങ്കിൽ വണ്ടിയുടെ ലുക്ക് വൈസ് അല്ലെങ്കിൽ എഞ്ചിൻ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷെ ഇതിന് അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞെങ്കിൽ അത്രയും ക്വാളിറ്റിയിലുള്ള കാര്യങ്ങളാണ് ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഹോണ്ട അക്കോർഡ് എന്ന് പറയുന്നത് ഒരു പ്രീമിയം സെഡാൻ വാഹനമാണ്. നമ്മളുടെ BMW, ഔഡി പോലുള്ള വാഹനങ്ങൾ, അതും 2009 ഏറ്റവും കൂടുതൽ കോമ്പറ്റേറ്റ് ചെയ്തിരുന്ന ഒരു വാഹനം കൂടിയാണ്. അതും JDM സ്പെക്കിൽ വരുന്ന ഹോണ്ട അക്കോർഡ് എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു വാഹനത്തിന്റെ ഓഡി സിസ്റ്റത്തിനെയും അതുപോലെ തന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിനെയൊക്കെ ഇത്രയും അധികം സപ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇത്രയധികം പൊക്കി പറയുന്നത് വേറെ ഒന്നും കൊണ്ടിട്ടില്ല കേട്ടോ. അത്രയും ക്വാളിറ്റിയിലാണ്. അതും നമ്മുടെ പ്രീമിയം വാഹനങ്ങളായിട്ടുള്ള BMW, ഔഡി പോലുള്ള വാഹനങ്ങളിലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന അതേപോലെ തന്നെയാണ് അതും E4ന്റെ 11 ഇഞ്ചസിൽ വരുന്ന ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾക്ക് ഫ്രണ്ടില് MTXന്റെ കോമ്പോണന്റ് സ്പീക്കേഴ്സും അതുപോലെ തന്നെ റെയറില് ഫോക്കൽ കോമ്പോണന്റ് സ്പീക്കേഴ്സും ആണ് റെയറിൽ വന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതെ കണ്ടോ, ഇതാണ് ഇതിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നല്ല ക്ലിയർ ആയിട്ടുള്ള, അതും അത്രയും, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീമിയം വണ്ടിയാണ്. അതിനോട് അനുയോജ്യമായിട്ട് പോകുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് അത്രയും ക്വാളിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ കസ്റ്റമർ ഈ ഒരു വണ്ടി കംപ്ലീറ്റ് ആയിട്ട് ഡാം കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓഡിയോ സിസ്റ്റത്തിനൊക്കെ പറ്റി ഇത്ര അധികം പൊക്കി പറഞ്ഞിട്ട് എന്താണ് അത് കേൾപ്പിക്കാനെന്നുള്ളത്. പക്ഷെ ഇതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം. നേരിട്ട് വന്നോന്നതേ നമ്മുടെ ഷോറൂമിൽ വണ്ടി കിടപ്പുണ്ട്. നേരിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഓഡിയോ സിസ്റ്റത്തിന്റെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര തമാശയായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി കുറഞ്ഞു വരുവാണല്ലോ ഓരോ വീഡിയോയ്ക്കൊന്നും. ചേട്ടന്റെ വീട്ടിൽ നിന്നല്ല ഞാൻ വരുന്നത്. നെക്സ്റ്റ്, ഇതെന്താ ഇട്ടിരിക്കുന്നത്, ചാക്കാണോ കാലിലെന്ന്? ഇത് ആക്ച്വലി എന്റെ ഫ്രണ്ട് ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ആള് ഒന്ന് സപ്പോർട്ട് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട് കൊളാബായിട്ട് നമ്മൾ ചെയ്തതാണ് ഈ ഒരു എയറിന്റെ ആംബുഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷൂ. ഇനി ചേട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടൻ എനിക്ക് കുറച്ച് പൈസ താ. ഞാൻ എന്തായാലും ചേട്ടനെ വേണമെന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യാം. കാരണം ഇനി മുതൽ അങ്ങോട്ട് ഞാനൊരു ബിസിനസ് ചെയ്യാണ്. അപ്പൊ എന്തായാലും എല്ലാവരുടെയും ബിസിനസ് ഞാൻ സപ്പോർട്ട് ചെയ്യും. ഇനിയിപ്പോ നാളെ ഞാൻ ഫോട്ടോഗ്രാഫി ആയിരിക്കാം, അല്ലെങ്കിൽ ഈ വണ്ടി കച്ചവടം മാത്രമല്ല കേട്ടോ, ഡ്രസ്സ് അതുപോലെ തന്നെ കോസ്മെറ്റിക്സ് എല്ലാം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോ നാളെ എനിക്കൊരു കല്യാൺ സിൽക്സ് വന്നിട്ട് ഒന്ന് ചെയ്യാമോ എന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ഞാൻ ചെയ്യും. കല്യാൺ സിൽക്സ് മാത്രമല്ല, ഷീമാട്ടി ആണെന്നുണ്ടെങ്കിലും ഞാൻ ചെയ്യും. അപ്പൊ അതുകൊണ്ടിട്ട് ഇനിയിപ്പോ ചേട്ടൻ ഞാൻ ഇപ്പൊ പറഞ്ഞതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ 2 ചാക്ക് അങ്ങോട്ട് ഞാൻ തന്നുവിടും കേട്ടല്ലോ. 2.4 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്ന, അതും മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന വണ്ടിയാണിത്. ബോണറ്റ് തുറക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഹൈഡ്രോളിക്സ് ആണ്. ഇത് കണ്ടോ, ഒന്നും ചെയ്യണ്ട, താനെ നമ്മൾ ഇത് കണ്ടോ വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ അത് അതിന്റെ പാട്ടിനങ്ങ് പോയിക്കോളും. അപ്പോ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ സ്പെസിഫിക്കേഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഒരു എഞ്ചിൻ സ്പേസ് ആണ്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒറ്റ നോട്ടത്തിൽ. ഇത് കണ്ടില്ലേ, മേജർ ആയിട്ടുള്ള സർവീസ് അല്ല, ഇതിന്റെ ജനറൽ സർവീസും കാര്യങ്ങളൊക്കെ റീസെന്റ് ആണ് കഴിഞ്ഞത്. പിന്നെ വേറെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടാതെ സീറോ ഫോഴ്സിന്റെ വാൽവട്രോണിക്സ് എക്സോസ്റ്റ് ആണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതും ഹെഡ്രലിൽ നിന്ന് ടെയിൽ എൻഡ് വരെ ഒരു ഒറ്റ SS പൈപ്പിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഇതിങ്ങനെ ബെൻഡ് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടല്ല സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഒറ്റ പൈപ്പിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതും കറക്റ്റ് ആയിരുന്നവർക്കും ഇനി ഈ വണ്ടി എടുക്കാൻ പോകുന്ന ആളുകൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റേറ്റ് പറയാൻ പോകുന്നത്. നമ്മൾ ഇവന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8.5 ലാക്ക് ആണ്. അതുകൊണ്ട് 8.5 ലക്ഷം രൂപയാണ് ഞാൻ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോ കാണുന്നവർക്ക് ചിലപ്പോൾ ഇതിൽ കൂടുതലാണെന്ന് തോന്നിയായിരിക്കാം, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഈ ഒരു വണ്ടി വെർത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ വെറുതെന്നേ പറയുള്ളൂ. കാരണം അതിനും മാത്രം കാര്യങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ടേബിൾ ടു ടേബിൾ ഡീലാണ്. നിങ്ങൾ ഡയറക്റ്റ് വരിക, ഷോറൂമിൽ വണ്ടി കാണുക, കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഡീല് ക്ലോസ് ചെയ്യുക. പൈസ ഇവിടെ വെച്ചിട്ട് പോകണോട്ടോ വണ്ടി എടുത്തോണ്ട് പോയി. അപ്പൊ അങ്ങനെ ഡീൽ ചെയ്യാം. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഷോറൂമിലേക്ക് വരാം. എന്തായാലും ഇത്രയൊക്കെ ഞാൻ പറഞ്ഞതാണല്ലോ. ഇതിന്റെ ആ വാൽവട്രോണിക്സിന്റെ പവർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇനിയിപ്പോ അത് കാണിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതൊരു മോശമല്ലേ. എവിടെ എന്റെ താക്കോല്? So let's start.
എന്റെ പവർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇപ്പൊ സ്റ്റോക്ക് എക്സോസ്റ്റ് സൗണ്ട് ആട്ടോ നിങ്ങൾ കേൾക്കാൻ പോകുന്നേ. ഇതാണ് ആ ഒരു സ്റ്റോക്ക് എക്സോസ്റ്റിന്റെ സൗണ്ട്. ഞാൻ ഇനി വാൽവട്രോണിക്സ് ഓൺ ചെയ്യാൻ പോവാണേ. റിമോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത്, അതുകൊണ്ട് തന്നെ ഈ വണ്ടി കൊണ്ടുപോകുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു അണ്ടർബോഡി കോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. അത് കൂടാതെ ബെറ്റർ ആയിട്ടുള്ള വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് 2024 ആ ഒരു കറന്റ് കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള LED ഹെഡ്ലൈറ്റ്സ്, ഇന്റഗ്രേറ്റഡ് DRLs വിത്ത് ഇൻഡിക്കേറ്റേഴ്സോട് കൂടിയിട്ട് വന്നിരിക്കുന്ന ഹെഡ്ലൈറ്റ്സ് ആണ്. പിന്നെ ലോവറോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു കറന്റ് റോഡ് സിറ്റുവേഷനിൽ തന്നെ നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞാൽ അടി തട്ടോ എന്നുള്ളൊരു പേടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മോഡിഫിക്കേഷൻ ഒക്കെ ആയിട്ട് ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനിയിപ്പോ ഈ ഒരു വണ്ടി എടുക്കാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനിപ്പോ പറഞ്ഞ പോലെ ലോവറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിപ്രാന്തന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നമ്മളുടെ കേരളത്തിലുണ്ട്. സോ ഞാൻ ഇനി അധികം വലിച്ചു നീട്ടുന്നില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്റെ ചാനലും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ സൈനിങ് ഓഫ്.